ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് ചേരുവകളുണ്ട്. വളരെ ഈസി ആയിട്ട് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വട റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ വട ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് വറുക്കാത്ത റവ, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ 1 കപ്പ് തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ഞാൻ ഈ ബൗളിനകത്തോട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. തൈര് ഞാൻ 1 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഇതിനകത്തോട്ട് ചേർക്കാം കേട്ടോ. ഒരുപാട് വെള്ളമായിട്ട് കുഴച്ചെടുക്കരുത്. നമ്മൾ വെള്ളം ഇതിനകത്തോട്ട് ഒട്ടും ചേർക്കാനും പാടില്ല. നിങ്ങൾക്ക് ഇനി ആവശ്യത്തിന് തൈര് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തൈര് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. എനിക്കിപ്പോൾ ഒരല്പം കൂടെ തൈര് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് വട നല്ല പഫി ആയിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അത് കാരണമാണ് ഞാൻ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാത്തത്. അല്ലാതെ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും ബേക്കിംഗ് സോഡയൊന്നും അധികം ചേർക്കാത്തത് തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ വടയ്ക്കുള്ള ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ച് നമുക്കൊരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കരുത് കേട്ടോ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ട് ഇരിപ്പുണ്ടല്ലോ. ഇനി ഇത് നമുക്ക് വടയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മളുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വരണം. അപ്പോൾ കൈ വെള്ളത്തിൽ നനച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഉരുളയാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഈ റവയുടെ ബാറ്റർ ഒട്ടിപ്പിടിക്കത്തില്ല. ഇല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കിത് നല്ലൊരു ഷേപ്പാക്കി എടുക്കാൻ കിട്ടില്ല. അതുകൊണ്ടാണ് കൈ നനയ്ക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഉരുളയാക്കിയിട്ട് നടുവിൽ ഇതുപോലൊന്ന് കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പെരുവിരൽ കൊണ്ട് നടുക്കൊന്നിങ്ങനെ കുഴിച്ചു കൊടുത്താൽ മതി. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ വേണം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം നമ്മളിതുപോലെ വടയിട്ട് കൊടുക്കണം. വടയിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ നല്ല ബബിൾസുകൾ വരണം. അപ്പോഴേ വട നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. എന്ന് എഴുതിയിട്ട് നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വടയൊന്നും ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് എണ്ണ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ വട ഇട്ട ഉടനെ മേൽഭാഗം എല്ലാം കരിഞ്ഞു പോകും, അകമൊന്നും വേഗത്തില്ല. അതുകൊണ്ട് മീഡിയം തീയിലിട്ടിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഓരോ വടയായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വടയും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി വട റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എന്ത് എളുപ്പമല്ലേ ചെയ്തെടുക്കാനായിട്ട്. റവയും കുറച്ച് തൈരും മാത്രം നമ്മളുടെ വീട്ടിലുണ്ടായാലും മതി. പിന്നെ നമ്മളുടെ വീട്ടിൽ പച്ചമുളകും ഉള്ളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ഇത് റവയും എല്ലായിടത്തും സ്റ്റോക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് മാത്രം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് 4 മണി സ്നാക്സ് റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ വട. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നവരുണ്ടാവാം, ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ ചാനലിൻ്റെ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഉണ്ടല്ലോ, അതാണ് സബ്സ്ക്രൈബ് ബട്ടൺ. അതിനകത്ത് അമർത്തണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടെ കാണാൻ പറ്റും. അതുകൂടെ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുകൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അപ്പം തന്നെ അത് കാണാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.